Good morning, all. Today we discuss the topic binary subtraction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനറി നമ്പേഴ്സിന്റെ അഡീഷൻ ഡിസ്കസ് ചെയ്തു. ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്തത്. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക്, സബ്ട്രാക്ഷന് പകരം അഡീഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മാത്തമാറ്റിക്കൽ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, അത് സബ്ട്രാക്ഷൻ എന്നുള്ള പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മൈനന്റ് മൈനസ് സബ്ട്രാഹൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ്. മൈനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിൽ നിന്നാണോ കുറയ്ക്കേണ്ടത് അതിനെയാണ് മൈനന്റ് എന്ന് പറയുന്നത്. സബ്ട്രാഹൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ നമ്മൾ കുറയ്ക്കേണ്ടത്. ഇതിന് പകരം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൈനന്റ് മൈനസ്, അതായത് മൈനസ് സബ്ട്രാക്ഷൻ എന്നുള്ള സിമ്പൽ, സബ്ട്രാഹൻഡ് കുറയ്ക്കേണ്ടത് ഏതാണോ ആ സംഖ്യ ഉണ്ടായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് കിട്ടും. ഇതിന് പകരമായിട്ട് ഇവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സബ്ട്രാഹൻഡിന്റെ നെഗറ്റീവ് എടുക്കുക, അത് മൈനന്റിന്റെ കൂടെ ആഡ് ചെയ്യുക. അത് സബ്ട്രാഹൻഡ് ഇപ്പൊ ആക്ച്വലി പറഞ്ഞിട്ടുള്ളത് നമുക്ക് അതിനെ ഈ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ എ മൈനസ് ബി എന്നുള്ള ക്വാണ്ടിറ്റി ആണ് നമുക്ക് ചെയ്യേണ്ടത്. വി ഹാവ് ടു പെർഫോം ദി ഓപ്പറേഷൻ എ മൈനസ് ബി. അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എ പ്ലസ് സി ആണ് ചെയ്യുന്നത്. അപ്പൊ സി ആക്ച്വലി എന്തായിരിക്കണം, സി മസ്റ്റ് ബി മൈനസ്, അതായത് സി മസ്റ്റ് ബി സി ഈക്വൽ ടു എന്തായിരിക്കണം, മൈനസ് ബി ആയിരിക്കണം. അത് നെഗറ്റീവ് ബി ആയിരിക്കണം സി എന്നുള്ള ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത് നമ്മൾ മെത്തേഡ് എന്താ, ട്രിക്ക് എന്താ ഉപയോഗിച്ചത്, ഒരു പോസിറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ആ നമ്പറിന്റെ നെഗറ്റീവ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ട ഏതാണ്, സബ്ട്രാഹൻഡ്. അപ്പൊ ഒരു പോസിറ്റീവ് സബ്ട്രാഹൻഡ് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, സബ്ട്രാഹൻഡിന്റെ നെഗറ്റീവ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇനി ഈ മെത്തേഡ് നമ്മൾ ബൈനറി അഡീഷനിലേക്കാണ്, അതായത് ബൈനറി അഡീഷൻ ആണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ബൈനറി അഡീഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എ പ്ലസ് സി എന്ന് പറയുന്ന സമയത്ത്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, എ മൈനസ് ബി എന്നുള്ള ഓപ്പറേഷനിൽ നമുക്ക് ബി എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും അതിന്റെ നെഗറ്റീവിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, എ മൈനസ് ബി എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബി എന്നുള്ള നമ്പറിന്റെ ആദ്യം അതിന്റെ കോംപ്ലിമെന്റ് കാണും, ദെൻ ഈ നമ്പർ കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ നമ്പർ, അതായത് നമ്പറിനെ ആക്ച്വലി നെഗറ്റീവ് ആക്കാം. നെഗറ്റീവ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം,
ഒറിജിനൽ നമ്പറിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഇപ്പൊ ഒരിക്കൽ കൂടെ പറയുന്നു, മൈനന്റ് മൈനസ് സബ്ട്രാഹൻഡ്, അതിനു പകരം മൈനന്റ് പ്ലസ് മൈനസ് ഓഫ് സബ്ട്രാഹൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് ബൈനറി അഡീഷനെ കുറിച്ച് നമ്മൾ ബോദർ ചെയ്യണം. ബൈനറി അഡീഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ, ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിന്റെ 2's കോംപ്ലിമെന്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ സബ്ട്രാഹൻഡിന്റെ ഒരു പ്രാവശ്യം കൂടെ 2's കോംപ്ലിമെന്റ് നമ്മൾ കാണേണ്ടി വരും. ഇനി സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിഫറെന്റ് കേസസ് ആക്കിയിട്ട് നമുക്ക് ചെയ്യുന്നത്, അതായത് ഇവിടെ നമ്മൾ ഒരു 6 ഡിഫറെന്റ് കേസുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ കേസും നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 24 മൈനസ് 14, അതായത് we have to subtract plus 14 from plus 24. അതായത് ഇവിടെ മൈനന്റും സബ്ട്രാഹൻഡും, മൈനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, ഏതിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിനെയാണ് മൈനന്റ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് 24. സബ്ട്രാഹൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അത് സബ്ട്രാഹൻഡ്, ഇറ്റ് ഈസ് പ്ലസ് 14. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് 24ന്റെയും മൈനന്റിന്റെയും സബ്ട്രാഹൻഡിന്റെയും 2's കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്തു. പ്ലസ് 24, ഇതിന്റെ പേരെന്താണ്, ഇറ്റ് ഈസ് മൈനന്റ്. ഇതിന്റെ പേരെന്താണ്, ഇറ്റ് ഈസ് സബ്ട്രാഹൻഡ്. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും മൈനന്റിന്റെയും സബ്ട്രാഹൻഡിന്റെയും നമ്മൾ 2's കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്തു. ഇതാണ് അതിന്റെ 2's കോംപ്ലിമെന്റ്. ഇനി ബൈനറി അഡീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് നേരിട്ട് ആഡ് ചെയ്യാണ് വേണ്ടി. പക്ഷെ ഇവിടെ നമുക്കതല്ല, നമുക്ക് ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ചെയ്യാനുള്ള ക്രിയ എന്താണ്, we have to subtract 14 from 24. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, we take 24 പ്ലസ് എന്ത് ചെയ്യും, മൈനസ് 14. അതായത് 24ഉം മൈനസ് 14ഉം കൂടെ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ക്രിയ നമുക്ക് ഓൾറെഡി മുമ്പ് അറിയാം. എന്താ ചെയ്യേണ്ടി വരിക, 24 പ്ലസ് മൈനസ് 14 ആണെന്നുണ്ടെങ്കിൽ മൈനസ് 14ന്റെ 2's കോംപ്ലിമെന്റ്, അതായത് മൈനസ് 14 2's കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് 1 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് വരണം. അപ്പൊ ഇവിടെ നോക്കുക, അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം 24ന്റെ 2's കോംപ്ലിമെന്റ് പ്ലസ് 14 എന്നുള്ള ക്വാണ്ടിറ്റി, അതായത് അതിന് ഇവിടെ എഴുതി. ഇനി അതിന്റെ ഈ പ്ലസ് 14ന്റെ 2's കോംപ്ലിമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ ചെയ്തത്, ഇതിന് പകരം പ്ലസ് 24 പ്ലസ് മൈനസ് 14 എന്നുള്ള ക്വാണ്ടിറ്റി ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 24നെ അതേപോലെ അവിടെ നിർത്തി. ഇത് മൈനസ് 14 കറസ്പോണ്ടിങ് ആണ്, അതായത് 14ന്റെ 2's കോംപ്ലിമെന്റ്, സബ്ട്രാഹൻഡിന്റെ 2's കോംപ്ലിമെന്റ് വീണ്ടും നമ്മൾ, അല്ലെങ്കിൽ ഈ പ്ലസ് 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനസ് 14ന്റെ ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്നത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 0, ഇറ്റ് ഈസ് 1, 0, 1, 1 plus 1, 0 with carry 1,
1 plus 1 0 with carry 1, 1 plus 1 0 with carry 1, 1 plus 1 0 with carry 1. Carry ഉണ്ട്, carry വന്നു, പക്ഷെ നമ്മൾ അതിനെ ഡിസ്റിഗാർഡ് ചെയ്തു. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ നോക്കാം. 0 ആണ് ഫസ്റ്റ് ലെഫ്റ്റ് ബിറ്റ് വന്നിട്ടുള്ളത്, അതായത് പോസിറ്റീവ് നമ്പർ ആണ്. 1010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. നമുക്കറിയാം 24ൽ നിന്ന് 14 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ +10 ആണ്. അടുത്ത എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നമ്മൾ ഏതിൽ നിന്ന് ഏതാ കുറയ്ക്കുന്നത്? 24 മൈനസ് 14 ആണ് ചെയ്തത്. അടുത്ത എക്സാമ്പിളിൽ നമ്മൾ ഈ നമ്പേഴ്സിനെ നേരെ തിരിച്ചു ചെയ്യുന്നു. വി ഹാവ് ടു സബ്സ്ട്രാക്ട്. എന്താ സബ്സ്ട്രാക്ട് ചെയ്യാനുള്ളത്? വി ഹാവ് ടു സബ്സ്ട്രാക്ട് 24 from 14. We have to subtract 14 minus 24. Okay. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് പകരം നമ്മൾ പറഞ്ഞത് എങ്ങനെ ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 14 plus minus 24. ഓക്കെ. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത്? 24 എന്നുള്ള നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കാണാം. ഞാൻ ആ സ്റ്റെപ്പ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റെപ്പും കൂടെ അവിടെ എഴുതിയിട്ടുള്ളത്. അതായത് മെത്തേഡിൽ +14 + 24 അതിന്റെ രണ്ടിന്റെയും 2's കോംപ്ലിമെന്റ് കാണാം. ദെൻ ഈ സബ്സ്ട്രാൻഡ്, അതായത് ഇതിനെ നമ്മൾ മൈനന്റ് എന്നും +14 ഇവിടെ മൈനന്റ്, 24 ഇവിടെ സബ്സ്ട്രാൻഡ് ആണ്. സബ്സ്ട്രാൻഡിന്റെ വീണ്ടും സെക്കൻഡ് കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരിക്കും? ഒരു ക്യാരി വരും. ക്യാരിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ ഇതാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബിറ്റ് കിട്ടിയിട്ടുള്ളത് 1 ആണ്. 1 എന്ന് കാണിക്കുന്നത് അതെന്താണ്? ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ്. ഇനി ഈ നെഗറ്റീവ് നമ്പറിന്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് 1 ആവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഇതിനെ 2's കോംപ്ലിമെന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ 2's കോംപ്ലിമെന്റ് കാണുക. 2's കോംപ്ലിമെന്റ് കാണാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ അതിനെ ഇത് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ഇതിനെ 1's കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ എല്ലാം 4 എണ്ണം 0 ആയിരിക്കും. ബാക്കി വരുന്ന, ഞാൻ ഇവിടെ നിന്നുള്ള ഡിജിറ്റ് മാത്രമാണ് എഴുതുന്നത്. ആദ്യത്തെ 4 0, ദെൻ 1 0 0 1 ആയിരിക്കും അവസാനത്തെ 4 ബിറ്റ്. അതിന്റെ കൂടെ നമ്മൾ ഒരു 1 ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 1 0 1 0 ആയിരിക്കും. 1 0 1 0 പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് -10 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ദി കറക്റ്റ് റിസൾട്ട്. ഓക്കെ. ദെൻ നമ്മൾ അടുത്ത നമ്പേഴ്സ് ഇത് തന്നെയാണ്. ഇതിന്റെ എന്ത് മാറ്റുന്നു? സൈന് മാറ്റുന്നു. -14 24ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. 24 -14, അതായത് 24ൽ നിന്ന് -14 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അതിന് പകരം ആക്ച്വലി എന്താ വരിക? 2's കോംപ്ലിമെന്റ് ചെയ്തു. അതായത് ഇതിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് 24 -14. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? ഇറ്റ് ഈസ് 24 പ്ലസ് നെഗറ്റീവ് ആണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. അതിന്റെ വീണ്ടും നെഗറ്റീവ് കാണുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും.
24 പ്ലസ് 14 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, അത് കറക്റ്റ് ആയിട്ട് ഇവിടെ വരും. ഇതാ ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം പ്ലസ് 24ന്റെ മൈനന്റിന്റെ 2's കോംപ്ലിമെന്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് സബ്സ്ട്രാഹൻഡിന്റെ 2's കോംപ്ലിമെന്റ് എഴുതി. ഇനി ഈ സബ്സ്ട്രാഹൻഡിന്റെ വീണ്ടും 2's കോംപ്ലിമെന്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കാം. 2's കോംപ്ലിമെന്റ് ഓഫ് സബ്സ്ട്രാഹൻഡ്, സബ്സ്ട്രാഹൻഡിന്റെ 2's കോംപ്ലിമെന്റ് വീണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1110, ഇറ്റ് ഈസ് 14. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് 100,110 പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഇനി കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് 32 പ്ലസ് 4 പ്ലസ് 2, 6 പ്ലസ് 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 38. പ്ലസ് 38 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ദ റിസൾട്ട് ഈസ് കറക്റ്റ്. ഓക്കെ, ദെൻ അടുത്തത് കേസ് 4 നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ നേരെ തിരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി. അടുത്ത എക്സാമ്പിളിൽ നമ്മൾ 24ന് മൈനസും 14 പ്ലസും ആണ്. 14 ആണ് മൈനന്റ്, -24 സബ്സ്ട്രാൻഡ്. അപ്പൊ ഇവിടെ ചെയ്ത് നോക്കുക. പ്ലസ് 14 മൈനന്റ് ആണ്, അത് അവിടെ എഴുതി. -24 സബ്സ്ട്രാൻഡ് ആണ്, അതിന്റെ 2's കോംപ്ലിമെന്റ് -24ന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി അതിന്റെ ആ -24ന്റെ 2's കോംപ്ലിമെന്റ് ചെയ്തു. ദെൻ കിട്ടിയ സമയത്ത് നോക്കുക, ഈ കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കും? +24. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് +38. 0 ആണ് ഫസ്റ്റ് ബിറ്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്ത സമയത്തും നമുക്ക് കിട്ടുന്ന റിസൾട്ട് +38. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു എക്സാമ്പിള്, രണ്ടും നെഗറ്റീവ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, മൈനന്റ് -24 ആണ്, സബ്സ്ട്രാൻഡ് -14 ആണ്. ഓക്കെ, സബ്സ്ട്രാൻഡിന്റെ വീണ്ടും എന്ത് ചെയ്തു? കോംപ്ലിമെന്റ് കണ്ടു. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇതാണ്. തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് നമ്പർ ആണ്, കാരണം 1 റെപ്രസെന്റ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇതിന്റെ 2's കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്യണം. 2's കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will obtain it as 10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇറ്റ് ഈസ് -10 ആണ്. ഓക്കെ, അതായത് നമ്മൾ ചെയ്തത് -24 -14. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് -10 ആണ്. ഇപ്പൊ നമുക്ക് അതിൽ കറക്റ്റ് റിസൾട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ അടുത്ത കേസ് നേരെ തിരിച്ച്, അതായത് -14 -24. റിസൾട്ട് എന്തായിരിക്കും? +10 ആയിരിക്കും. അവിടെ ചെയ്തത് ഇവിടെ മൈനന്റ് -40 ആണ്, സബ്സ്ട്രാൻഡ് -24 ആണ്, അതിന്റെ കോംപ്ലിമെന്റ് ചെയ്തു. വീണ്ടും കോംപ്ലിമെന്റ് ചെയ്ത സമയത്ത് നമുക്ക് +24 ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. അവസാനം ക്യാരി വന്നത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് 1010, ഇറ്റ് ഈസ് എ പോസിറ്റീവ് 1. ദെൻ റിസൾട്ട് +10 ആണ്.
അപ്പൊ നമ്മളിവിടെ 6 കേസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ സബ്സ്ട്രാഹൻഡിന്റെ നെഗറ്റീവ് എടുത്ത് അതിനെ മൈനൻറ്റുമായിട്ട് ആഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മെത്തേഡ് എന്തൊക്കെയാണെന്നും ഒന്ന് ഫൈനലൈസ് ചെയ്ത് നോക്കാം. അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. ആദ്യം മൈനൻറ്റിനെയും സബ്സ്ട്രാഹൻഡിനെയും ടൂസ് കോംപ്ലിമെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം സബ്സ്ട്രാഹൻഡിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടു. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ മൈനൻറ്റും സബ്സ്ട്രാഹൻഡും ടൂസ് കോംപ്ലിമെന്റ് കണ്ടു, വീണ്ടും സബ്സ്ട്രാഹൻഡിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടു. ഓക്കെ, ഇനി ആ രണ്ടാമത് കണ്ടിട്ടുള്ള ടൂസ് കോംപ്ലിമെന്റ് ഓഫ് സബ്സ്ട്രാഹൻഡ് മൈനൻറ്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഫൈനൽ ക്യാരി വരുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്റിഗാർഡ് ചെയ്യുക. റിസൾട്ട് ടൂസ് കോംപ്ലിമെന്റ് ഫോമിലായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രശ്നം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് ഇറ്റ് മസ്റ്റ് ബി ലൈ ഇൻ ദി റേഞ്ച് -2 raised to n minus 1 to +2 raised to n minus 1 minus 1. നമ്പർ ഓഫ് ബിറ്റ്സ് n ആണെങ്കിൽ, അല്ലെങ്കിൽ -128 മുതൽ +127 വരെ ആ റേഞ്ചിലാണ് 8 ബിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്കതിനെ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും. അപ്പൊ നമ്മൾ ബൈനറി അഡീഷൻ ചെയ്ത സമയത്തും നമ്മൾ ബൈനറി സബ്സ്ട്രാക്ഷൻ ചെയ്ത സമയത്തും നമ്മൾ ഈ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് 8 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് -128 to 127, -128 മുതൽ +127 മാത്രമേ നമുക്ക് സബ്സ്ട്രാക്ഷനോ അല്ലെങ്കിൽ അഡീഷനോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ പറ്റുള്ളൂ. ആ റേഞ്ചിൽ പറ്റുള്ളൂ. അതിന്റെ പുറത്തുള്ള ഒരു അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്ത് കഴിഞ്ഞാൽ എറർ ആയിരിക്കും. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആ എറർ എങ്ങനെ വരുന്നു, ആ എററിന് എന്താണ് സംഭവിക്കുന്നത്, ആ എറർ എത്രയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ രണ്ട് പേരിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. അതായത് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷന്റെ റിസൾട്ട് രജിസ്റ്ററിന്റെ മാക്സിമം കപ്പാസിറ്റി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഒരു ഓവർഫ്ലോ ഒക്കർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള -128 മുതൽ +127 വരെ 8 ബിറ്റ് കേസിലാണെങ്കിൽ അതിലും എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഓവർഫ്ലോ ഒക്കർ ചെയ്തിട്ടുണ്ട്. ഇനി മൈക്രോ പ്രോസസ്സറിൽ ഇങ്ങനെ ഒരു ഓവർഫ്ലോ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിറ്റ് അവിടെ ഉണ്ടായിരിക്കും. അത് ഹയർ ക്ലാസ്സുകളിൽ മൈക്രോ പ്രോസസ്സറൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഭാഗത്ത് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഓവർഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും. ഇനി ഈ ഓവർഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഇത് ചെയ്ത സമയത്ത് ഈ പ്രോസസ്സുകൾ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് അത് ഓവർഫ്ലോ വന്നോ എന്നുള്ളത് അറിയാമെന്നുള്ള ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 4 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതിൽ നിന്ന് നമുക്കൊരു ജനറലൈസേഷനിൽ എത്താൻ പറ്റും.
അത് നമ്മൾ ചെയ്യുന്നത് ഒരു അഡീഷൻ നടത്തുന്ന സമയത്ത് ഓവർഫ്ലോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ 7ഉം 80 എന്നുള്ള രണ്ട് ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി അവിടെ എഴുതിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, മുകളിൽ നമ്മളിവിടെ ഈ ഗ്രേ കളറിൽ കാണിച്ചിട്ടുള്ളത് ക്യാരി ആണ്. അതായത് ഇവിടെ നോക്കുക, ആഡ് ചെയ്യുന്ന സമയത്ത് 1 + 0 1 1 + 1 0 എ ക്യാരി 1 ഉണ്ടാവും. ആ 1 ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 + 1 0 വിത്ത് ക്യാരി 1 1 + 0 1. ദെൻ ഇവിടേക്ക് എന്തില്ല, ക്യാരി ഇല്ല. കാരണം ഇതുവരെ ക്യാരി ഇവിടെ കഴിഞ്ഞു. ദർ ഈസ് നോ ക്യാരി. അപ്പൊ ഇതാണ് നമ്മുടെ സൈൻ ബിറ്റ്. സൈൻ ബിറ്റിലേക്ക് ഒരു ക്യാരിയും വരുന്നില്ല. സൈൻ ബിറ്റിൽ നിന്ന് ഒരു ക്യാരിയും പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നോ ക്യാരി ഇൻ ടു ദി സൈൻ ബിറ്റ് ആൻഡ് നോ ക്യാരി ഔട്ട് ഓഫ് ദി സൈൻ ബിറ്റ്. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കുക. -8ഉം -2 ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -10 ആണ് നമുക്ക് കിട്ടുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ 2's കോംപ്ലിമെന്റ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുക. അത് നമുക്ക് മുമ്പ് അറിയാം. അപ്പൊ ഇതിന്റെ റെപ്രസെന്റേഷൻ ഇതേപോലെ 2's കോംപ്ലിമെന്റ് എഴുതി -2ന്റെ 2's കോംപ്ലിമെന്റ് എഴുതിയിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 0 + 0 0 1 0 + 1 1 1 + 1 0 ക്യാരി 1 ക്യാരി വന്നു. 1 + 1 + 1 1 വിത്ത് ക്യാരി 1 ക്യാരി എഴുതി. 1 + 1 + 1 1 വിത്ത് ക്യാരി 1 1 + 1 + 1 1 വിത്ത് ക്യാരി 1 1 + 1 + 1 1 വിത്ത് ക്യാരി 1. ഇവിടേക്ക് ക്യാരി ഉണ്ട്. സൈൻ ബിറ്റിലേക്ക് ഒരു ക്യാരി വന്നിട്ടുണ്ട്. സൈൻ ബിറ്റിൽ നിന്നും ഒരു ക്യാരി ഉണ്ട്. സൈൻ ബിറ്റിലേക്ക് ഒരു ക്യാരി വന്നിട്ടുണ്ട്. സൈൻ ബിറ്റിൽ നിന്നും ക്യാരി ഉണ്ട്. ക്യാരി ഔട്ട് ഓഫ് ദി സൈൻ ബിറ്റ് ഉണ്ട്. ക്യാരി ഇൻ ടു ദി സൈൻ ബിറ്റ് ഉണ്ട്. എ ക്യാരി ഇൻ ടു ദി സൈൻ ബിറ്റ്, എ ക്യാരി ഔട്ട് ഓഫ് ദി സൈൻ ബിറ്റ്. ഇനി നമ്മൾ ഓവർഫ്ലോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 127നേക്കാളും കൂടുതലുള്ള ഒരു നമ്പറും -128നേക്കാളും കുറവുള്ള ഒരു റിസൾട്ടും വരുന്ന ഓപ്പറേഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. 127ന്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യാണ്. 127 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതായിരിക്കും 127. 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇത് ആഡ് ചെയ്തു നോക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 1 + 0 1 1 + 1 0 വിത്ത് ക്യാരി 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 1. ഓക്കെ, 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 0 വിത്ത് ക്യാരി 1. ഓക്കെ, then 1. There is a carry into the sign bit, no carry out of the sign bit. അതായത് സൈൻ ബിറ്റിലേക്ക് ഒരു ക്യാരി വന്നിട്ടുണ്ട്. സൈൻ ബിറ്റിൽ നിന്ന് പുറത്തേക്ക് ക്യാരി ഇല്ല. നോ ക്യാരി ഔട്ട് ഓഫ് ദി സൈൻ ബിറ്റ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എടുക്കുന്നത് -92 + 64. സോറി, -92 + -64. ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? എത്രയായിരിക്കും? ഇവിടെ 6 ആയിരിക്കും. 156 -156 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതേപോലെ ഇവിടെ എത്രയാണ് കിട്ടേണ്ടത്? ഇവിടെ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 129 ആണ് കിട്ടേണ്ടത്. 129 കിട്ടേണ്ട നമ്പർ 129 ആണ്. പക്ഷെ നമുക്ക് അതിന് പകരം ഇവിടെ കിട്ടിയിട്ടുള്ളത് -127 ആണ് റിസൾട്ട് ഇവിടെ വന്നിട്ടുള്ളത്.
ആ റിസൾട്ട് ഇവിടെ നോക്കണം. കാരണം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് എങ്ങനെ അണ്ടർഫ്ലോ നടന്നോ ഓവർഫ്ലോ നടന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നോക്കിയത്. കാരണം ഇവിടെ -127 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ റിസൾട്ട് തെറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 8 ബിറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് 127ന്റെ മുകളിൽ പ്ലസ് 127ന്റെ മുകളിൽ കിട്ടുന്ന റിസൾട്ട് ആണെങ്കിൽ എറർ ആയിരിക്കും. അപ്പൊ ഇതൊരു എറർ തന്നെയാണ്, -127 എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -156 ആണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട്. അത് -128നേക്കാളും കുറവാണ്. അതുകൊണ്ട് ഇവിടെ കിട്ടിയ റിസൾട്ട് തെറ്റാണ്. അപ്പൊ അവിടുത്തെ കാര്യം നോക്കുക. ഇവിടെ 1 + 0 + 0 0 ആണ്. 0 + 0 0, 1 + 0 1, 0 + 0 0, 0 + 0 0, 1 + 0 1, 0 + 1 1, 1 + 1 0 with carry 1. There is no carry into the sign bit, a carry out of sign bit. അതായത് ഇവിടുത്തെ രണ്ട് കേസിൽ സൈൻ ബിറ്റിലേക്ക് വരുന്ന ക്യാരിയും സൈൻ ബിറ്റിൽ നിന്ന് പോകുന്ന ക്യാരിയും ഈക്വൽ അല്ല, അതിന്റെ കൗണ്ട് ഈക്വൽ അല്ല. ആ സമയത്താണ് എന്ത് നടക്കുന്നത്? ഈ ഓവർഫ്ലോ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, എങ്ങനെ പറയാം? ഇഫ് the carry into and the carry out of the sign bit do not match, then an overflow or underflow has occurred. അതായത് സൈൻ ബിറ്റിലേക്ക് വരുന്ന ക്യാരിയും പോകുന്ന ക്യാരിയുടെ കൗണ്ട് കറക്റ്റ് അല്ല എങ്കിൽ എന്തായിരിക്കും? ഓവർഫ്ലോ അല്ലെങ്കിൽ അണ്ടർഫ്ലോ ഒക്കർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഓവർഫ്ലോ നടന്നോ അണ്ടർഫ്ലോ നടന്നോ എന്നുള്ളത്, ഓവർഫ്ലോ ആണോ അണ്ടർഫ്ലോ ആണോ എന്നുള്ളത് അറിയാനുള്ള മെത്തേഡ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും, ഓവർഫ്ലോ ആണെന്നുണ്ടെങ്കിൽ സൈൻ ബിറ്റിലേക്ക് ക്യാരി വന്നു, നോ ക്യാരി ഔട്ട് ഓഫ് ദി സൈൻ ബിറ്റ്. അണ്ടർഫ്ലോ ആണെന്നുണ്ടെങ്കിൽ നോ ക്യാരി ഇൻ ടു ദി സൈൻ ബിറ്റ്, എ ക്യാരി ഔട്ട് ഓഫ് ദി സൈൻ ബിറ്റ്. ഇനി ഇവിടുത്തെ ഈ പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ പ്രോസസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ, ഇത് ബൈനറി സബ്സ്ട്രാക്ഷനോ അഡീഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പേഴ്സ്, അതായത് 0 മുതൽ ഒരു ഭാഗത്തേക്ക് പോസിറ്റീവ് ഭാഗത്തേക്ക് 1 2 3 എഴുതുക. ഏതുവരെ എഴുതാം? ഇറ്റ് ഈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് നമുക്ക് 127 എന്നുള്ള ക്വാണ്ടിറ്റി വരും. ഓക്കെ, ഇനി ഈ ഭാഗത്തേക്ക് നെഗറ്റീവ് ഭാഗത്തേക്ക് മാക്സിമം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് -128 ആണ്. ഇപ്പൊ ഞാനൊരു സർക്കിളിന് ചുറ്റുമാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ 0ന്റെ ഇപ്പുറത്ത് 1 ആണ്. ഇവിടെ 0 എന്ന് പറയുമ്പോൾ ആ 0നെ ഞാൻ ഏതിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 8 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 0 0 0 8 zeros. ഇനി 1നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 7 zeros ഉണ്ട്. ലാസ്റ്റ് ബിറ്റ് 1 ആണ്. അപ്പൊ ആ രൂപത്തിൽ നമ്പേഴ്സ് ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ 128 എന്നല്ല എഴുതിയിരിക്കുന്ന, അതിന്റെ കറസ്പോണ്ടിങ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കറക്റ്റ് ഓർഡർ ആയിരിക്കും. അതായത് ചെയ്യേണ്ടത് ഏതെങ്കിലും കുറച്ച് നമ്പേഴ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ, ഇനി ഇതിൽ ആഡിങ് നടക്കുന്ന സമയത്ത്, അതായത് രണ്ട് നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ ഇതിൽ 0ന്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക്, അതായത് ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തു.
അപ്പൊ 1ലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി 2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് വൈസിൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകണം. അപ്പൊ ആഡിങ് ഓൾറെഡി ഇതേപോലെ പോവും. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ 0യിൽ നിന്ന് ഞാൻ സബ്ട്രാക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ക്ലോക്ക് വൈസിന് പകരം ആന്റി ക്ലോക്ക് വൈസിൽ പോകുന്നു വിചാരിക്കുക. അപ്പോൾ 0യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടും. ഇനി ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് നടത്തുന്ന സമയത്ത് ക്ലോക്ക് വൈസിലും സബ്ട്രാക്ഷൻ നടത്തുന്ന സമയത്ത് ആന്റി ക്ലോക്ക് വൈസിലും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കുക. ഞാൻ ഇവിടെ പറഞ്ഞു 127ന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് ഏതാണ്? -128 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് 127ന്റെ കൂടെ 2 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 127ന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 127ന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -128 വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ -127 ആവും. ഈ രൂപത്തിൽ പോകും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഏതോ ഒരു ഭാഗത്ത് -92 ഉണ്ട്. -92ൽ നിന്ന് എന്ത് ചെയ്യണം? -92 എന്നുള്ള ഒരു നമ്പർ ഇവിടെ എവിടെയോ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? -64 ആണ് ചെയ്യേണ്ടത്. അതായത് -92 എന്നുള്ള നമ്പർ എന്ന് -64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ആന്റി ക്ലോക്ക് വൈസിൽ ഒരു 64 സ്റ്റെപ്പ് ആന്റി ക്ലോക്ക് വൈസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തെത്തും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? +100 എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഈ ഓവർഫ്ലോ അല്ലെങ്കിൽ ഈ അഡീഷൻ എങ്ങനെയാണ് ഓവർഫ്ലോ, അണ്ടർഫ്ലോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് വരച്ച് നോക്കാം. അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫിഗേഴ്സ് ബുക്കുകളിലില്ല, പക്ഷെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ആദ്യം അത് ഒരു 4 ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ബിറ്റിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 8 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സൗകര്യമാണ്. നമ്മൾ 4 ബിറ്റിന്റെ കേസിൽ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 4 ബിറ്റിലാണെങ്കിൽ +7 ആയിരിക്കും പോസിറ്റീവ് നമ്പർ, -8 ആയിരിക്കും നെഗറ്റീവ് നമ്പർ. ആ റേഞ്ചിലാണ് 4 ബിറ്റിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. 8 ബിറ്റിലാണെങ്കിലാണ് -128 മുതൽ +127 വരെ. അപ്പൊ നമ്മൾ ഇത്രയാണ് നമുക്ക് സബ്ട്രാക്ഷനും ബൈനറി സബ്ട്രാക്ഷൻ നമ്മൾ പറഞ്ഞു, ബൈനറി അഡീഷൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഈ ഒരു പ്രശ്നം സബ്ട്രാക്ഷൻ ആയാലും അഡീഷൻ ആയി കഴിഞ്ഞാലും അവിടെ വരുന്ന ഓവർഫ്ലോ അല്ലെങ്കിൽ അണ്ടർഫ്ലോ, ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ്. ഇപ്പൊ നമ്മൾ ഇൻഡിജേഴ്സിന്റെ മാത്രമാണ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അഡീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം.